പഞ്ചസാര പോലും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ആയിരിക്കും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വേറൊന്നുമല്ല, ഒരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവാ. എന്നാ വലയിട്ട് വെച്ചേക്കോ അല്ലേ? ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി, സാധനം മേടിക്കാൻ വേണ്ടി ഓടിപ്പോന്ന ഭാഗം കേട്ടോ. പെട്ടെന്ന് ഇരുന്നപ്പോ ഒരു തോന്നല അമൃതം പൊടി കൊണ്ട് കേക്ക് ഉണ്ടാക്കണമെന്ന്. ഇച്ചാന് വൈകുന്നേരം ആയപ്പോ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നൊരു ആഗ്രഹം, അതും വെറൈറ്റി ആയിട്ടുള്ള സാധനം. അപ്പൊ അമൃതം പൊടി വെച്ച് കേക്ക് ഉണ്ടാക്കുന്ന പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് നമ്മളും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകും. അപ്പൊ നമ്മള് വീഡിയോ നോക്കിയപ്പം അതില് ബേക്കിംഗ് പൗഡറും വാനില എസൻസ് നമ്മുടെ വീട്ടിലില്ലാത്തതുകൊണ്ട് അത് മേടിക്കാൻ വേണ്ടി ഓടി പോയിട്ട് വരാം. ഇപ്പൊ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി പോകുന്നതാണ്. ഞങ്ങൾ അത്ര സാധനം മേടിച്ച് തിരിച്ചു വന്ന് വീട്ടിൽ ചെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അത് ഫ്ലോപ്പ് ആകോ അതോ നല്ലതാവോന്നൊന്നും അറിയത്തില്ല. ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു, എന്തായാലും കാണിച്ചു തരാം. ഫ്ലോപ്പ് ആയാലും കാണിക്കാം, എന്തായാലും കണക്കാ. നമുക്ക് അറിയില്ലാതെ ഉണ്ടാക്കുമല്ലേ. അപ്പൊ കേക്കേ ഉണ്ടാക്കിയിട്ടില്ല, അപ്പൊ എങ്ങനെ ഉണ്ടാവും അറിയത്തില്ല, നോക്കാം. കേക്ക് സാധാരണ മറ്റേ ഇത് കൂട്ടി ഓവനകത്തൊക്കെ ഉണ്ടാക്കുന്നത്, പക്ഷെ നമ്മള് ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റേതായ കുറച്ച് ടെക്നിക്കുകളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവർക്കും അറിയാവുന്ന ടെക്നിക്ക് ഒക്കെയാ, എന്നാലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ട് നമുക്ക് ഫ്ലോപ്പ് ആവുമെന്നാണ് എനിക്ക് അറിയത്തില്ല. ഇല്ലേ, കാരണം എന്താ വെച്ചാൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള. ഞങ്ങൾ കുറച്ച് മുമ്പ് ഇവിടെ പാടിക്ക് സാധനം മേടിക്കാൻ വന്നിട്ട് പോയതാ. ഇപ്പൊ പക്ഷെ ഇരുന്ന് വീഡിയോ കണ്ടപ്പോഴാണ് എടി നമുക്ക് ഉണ്ടാക്കിയാലോ എന്ന് പറഞ്ഞോണ്ട് പിള്ളേര് രണ്ടും ഇഷ്ടംപോലെ അമൃതം പൊടി വീട്ടിൽ ഇരിപ്പുണ്ട്. അതെ, പിള്ളേര് രണ്ടും കിടന്ന് ഉറങ്ങുന്നുണ്ട്. മമ്മി ആ കൂടുതൽ കയറി ചുമ്മാ കിടപ്പുണ്ട്. ആരും അറിഞ്ഞില്ല, ഞങ്ങളെ ഒറ്റ പോരിച്ചായിരുന്നു. അപ്പൊ എന്തായാലും കേക്ക് ഉണ്ടാക്കി നോക്കട്ടെ. നിങ്ങളുടെയൊക്കെ നാട്ടിൽ മഴ പെയ്തെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ മഴ തൂളുന്നുണ്ട്, പെയ്യുന്നില്ല, ചെറുതായിട്ട് തൂളുന്നതേ ഉള്ളൂ. 1-2 തുള്ളിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വീഴുന്നതേ ഉള്ളൂ. തോപ്രാൻ കൂടിയാണ്. ഒരാൾ സാധനം മേടിക്കാൻ വേണ്ടി കടയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കുഴമ്പൊക്കെ തേച്ചിരിക്കുക, അതുകൊണ്ട് ഞാൻ കടയിൽ ഇറങ്ങിയില്ല. അപ്പൊ ഇച്ചാനാണ് ഇന്നത്തെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിട്ട് അമൃതം പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. നമ്മളിപ്പോ പോയി മേടിച്ചോണ്ട് വന്നതാണ് സോഡാപ്പൊടിയാണ് സോഡാ പൗഡർ, ഉപ്പൊക്കെ ഉണ്ടായിരുന്നു. അതും എല്ലാം എടുത്ത് ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയുണ്ട് കേട്ടോ. ഇതൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ചേർക്കേണ്ടത് കാണിച്ചു തരാം. അപ്പൊ നമ്മളൊരു അരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുക പിടിച്ചിരിക്കുകയായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ സാധനം, അതുകൊണ്ടാണ് ഇത് ഇപ്പം നല്ലപോലെ ഇതാക്കി എടുത്തത്. എന്നാലും അതിന്റെ പുക കളർ മാറിയല്ല, പഴയ അരിപ്പ്. നമുക്ക് അരിപ്പയ്ക്ക് ഉപയോഗമില്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് നമ്മൾ വെടി എടുക്കാൻ വേണ്ടി മാത്രം എടുക്കുന്നു. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ഒരു ബൗള് അമൃതം പൊടി ഇടുകയാണ് കേട്ടോ. ഇത് കുഞ്ഞൊരു പാത്രത്തിനകത്ത് ഒരു ബൗളാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇപ്പോൾ ഒരു ബൗൾ ഇട്ടു. ഇപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 1 സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. എന്നിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കാണ് കേട്ടോ. കട്ടയൊക്കെ പോകാൻ വേണ്ടിട്ട്, പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ട് വേണം അങ്ങനെ ചെയ്യുന്നത്. അതെ. അപ്പൊ ഇതിനകത്ത് കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം ആദ്യം. അപ്പൊ നമ്മൾ അരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1 നുള്ള് ഉപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒറ്റ നുള്ള് ചെറുതായിട്ട് ഒറ്റ നുള്ള് ഉപ്പും കൂടെ ചേർത്തു. പിന്നെ നമ്മൾ 2 ഗ്രാമ്പു എടുത്തു. പിന്നെ പഞ്ചസാര, മധുരം ആവശ്യത്തിന് വേണ്ടി ആവശ്യത്തിന് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടിട്ട് ഈ ഗ്രാമ്പു കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കണം. നമുക്ക് പഞ്ചസാരയുടെ ആവശ്യമില്ലാത്തതുകൊണ്ട്, കാരണം ഇതിനകത്ത് നല്ല മധുരമുണ്ട്. ഇതിലൂടെ ഇനിയും പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര മധുരമാണ്. നമുക്ക് ഓൾറെഡി ഇവിടെ മധുരം അത്ര ഇഷ്ടമില്ല. പക്ഷെ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ, ഒരു 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇതിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് പൊടിക്കാനായിട്ട് ഗ്രാമ്പു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പൊടിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിനകത്തേക്ക് പൊടിച്ചെടുക്കുന്നത് നടക്കത്തില്ല. അപ്പൊ നമ്മൾ അതൊന്ന് ഇടിച്ചെടുക്കും കേട്ടോ. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ ഒരു 2 മുട്ടകളെ പൊടിച്ചൊഴിക്കാനായിട്ട് പോകണം. എന്തോ ഇപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഗ്രാമ്പു ഓൾറെഡി പൊടിച്ച് അതിനുള്ളിൽ കിടപ്പുണ്ട്. പഞ്ചസാര ചേർക്കുന്നവര് ഗ്രാമ്പും പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചിട്ട് അതിന്റെ കൂടെ മുട്ട ഇട്ടിട്ട് കൂടെ അടിച്ചെടുത്താൽ മതി. അപ്പൊ നമ്മുടെ മുട്ട ഇത് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട്. അതിലേക്ക് നമ്മള് ശരിക്കും പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. നമ്മളിപ്പോ ഒരു കോക്കനട്ട് ഓയിൽ സ്വല്പം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. കാരണം ഇതെല്ലാം കൂടെ നമ്മുടെ വയറ്റിലേക്കാണ് പോകുന്നത്. എണ്ണയും പഞ്ചസാരയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് തന്നെ പ്രശ്നമാകുന്നുണ്ട്. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എങ്ങനെയാവോ എന്തോ അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. മിക്സിയില് ഇനിയാണ് മെയിൻ പരിപാടി കിടക്കുന്നത്. പരിപാടി കഴിഞ്ഞു, സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ട്. ഇനി കൊച്ചിനെ കാണിക്കണം. കൊച്ചി കണ്ടോ? ഇനിയാണ് മെയിൻ പരിപാടി കിടക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യണം. ഇതിനകത്തേക്ക് നമ്മൾ ഇത്ര മതിയിരിക്കും അല്ലേ, ഒരു 1/2 സ്പൂൺ വാനില എസൻസും കൂടെ ചേർക്കണം കേട്ടോ. ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ വെള്ളമൊന്നും പറ്റാതെ ഒരു ഉണക്കി എടുത്തൊരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഈ അടിച്ചെടുത്ത സാധനം ഒഴിക്കണം കേട്ടോ. ഫുള്ള് ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് പൊടിയിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ അരിച്ചെടുത്ത് വെച്ചേക്കുന്ന അമൃതം പൊടിയാണ്.
അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ബേക്കിംഗ് സോഡ എന്താ പൗഡർ, അതെ. അപ്പോൾ ഇത് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കണം. അല്ലെങ്കിൽ കുറേശ്ശെ ഇട്ടില്ല ഇത് കട്ട പിടിക്കും കേട്ടോ. അതുകൊണ്ട് കുറേശ്ശെ ഇട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ അപ്പോൾ നമ്മുടെ പൊടി കുറച്ച് മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. കാരണം പൊടി പകുതി പോലും നമ്മൾ എടുക്കേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ അതിനുള്ള സംഭവം ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് കുറച്ച് ഇടണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന പാത്രമാണിത്. അതിനുള്ളിലേക്ക് കുറച്ച് എണ്ണ തടവിയിട്ട് നമ്മൾ അതിലേക്ക് മൈദപ്പൊടി തൂക്കി ഒന്ന് സൈഡൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ അപ്പോൾ ഇതായാണ് കേട്ടോ, നമ്മൾ ഫുള്ള് സാധനം അടിപൊളിയായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മൾ തട്ടിക്കളഞ്ഞ് ബാക്കി നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മളിനി നമ്മുടെ മിക്സ്, അതെ, ഇട്ട് വെച്ച മിക്സ് ഇതാണ്ടേ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അതായത് നമ്മൾ ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, നമ്മുടെ പരീക്ഷണമാണ്, സക്സസ് ആകുമോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഒരുപാട് എടുത്ത് എന്തിനാ സാധനം വേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൊട്ടി കൊടുക്കുകയാണ്. അതിനുള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളായിരിക്കും. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനടിയിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നമ്മൾ ചെറിയ തട്ട് വെക്കുവാണ്. തട്ട് വെച്ചിട്ട് നമ്മുടെ സംഭവം നമ്മൾ മിക്സാക്കി വെച്ചെല്ലാം കൂടെ ഇറക്കി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ കേക്കിനെ ലോ ഫ്ലെയിമിലിടണം. തീ കുറച്ചിട്. ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം വെക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമ്മുടെ കേക്കിനെ നമ്മൾ പുറത്തെടുത്തിരിക്കുകയാണ്. പോയോ എന്താ സംഭവിച്ചത്? ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്. സംഭവിച്ചതൊന്നും അറിയത്തില്ല. നമുക്കൊന്ന് തുറന്നു നോക്കാം. എന്ത് സംഭവിച്ചാലും നിങ്ങളെ കാണിക്കണം. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ കേക്ക് തടിച്ചു വന്നിരിക്കുന്നത് കേട്ടോ. തടിച്ചു വരും, പക്ഷെ കരിഞ്ഞോന്നാ എനിക്ക് തോന്നുന്നു. കരിഞ്ഞോ? അടിവശം കരിഞ്ഞോ? സൈഡ് കണ്ടിട്ട് സൈഡ് എവിടെയും മുട്ടിയിട്ടുണ്ടായിരുന്നോ? മുട്ടിയൊന്നുമില്ല. എങ്ങനെ കരിയുന്നേ? അല്ല, അതിന്റെ കറുപ്പ് ഭാഗം പോലെ എനിക്ക് തോന്നുന്നു. വീഡിയോയിൽ നോക്കാം. നമുക്ക് എടുക്കാം കേട്ടോ. എന്തായാലും അരമണിക്കൂർ ആയതല്ലായിരുന്നു. അപ്പൊ പിന്നെ അതൊന്നും ആവട്ടെ. ഇനി ഉപ്പിട്ട് നോക്കി ഒരു പോറല് പോലും പാത്രത്തില കരിവ് ഇത് നോക്കി ഉപ്പിട്ട്. നിങ്ങളിപ്പോ ഇതൊക്കെ കാണണം. കാരണം ഇത് നാളെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ തന്നെ കിട്ടുന്നുണ്ടോ ഇതുണ്ട്. ചെറിയ 1-2 ഭാഗത്ത് വെള്ളം ഇല്ല. ഇത് പാത്രം കരിയാതിരിക്കും അല്ലേ? കൊള്ളാം കേട്ടോ, സക്സസ് സംഭവം കൊള്ളാം. നമ്മളിനി കേക്കിന്റെ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. കേക്കെന്താ അവസ്ഥ പാത്രത്തിൽ ചെറിയൊരിതുണ്ട്. ഇതാണ് കേക്കിന്റെ അവസ്ഥ. സൂപ്പർ. ഇതൊന്ന് തണക്കട്ടെ. തണക്കാതെ നമുക്ക് ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. എടുത്ത് പിടിച്ചാ മറിയോടി അറിയത്തില്ല. നിറച്ചിട്ട് പോകുന്നില്ല. ആഹാ, കേക്ക് വരുന്നില്ല. കേക്ക് കരിഞ്ഞു പോയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കേക്കിനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇളക്കിയിട്ടുണ്ട്. ഇതുവരെ മറിഞ്ഞു പോകുന്നില്ല. അടിവശം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ദൈവമേ, നോക്കടി, കരിഞ്ഞില്ല. ഒരു കഴിവുമില്ല. എനിക്ക് തോന്നുന്നു പാത്രത്തിന്റെ മൂട്ടിന്റെ ഷേപ്പ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഈ പാത്രത്തിന് ചെറിയ ചളുക്കമുണ്ട്. സൈഡ് കണ്ടോ? അങ്ങനെ ആയതുകൊണ്ടായിരിക്കും. ഒരു പോറല് പോലും ഇല്ല കേട്ടോ. നല്ല അടിപൊളി സുന്ദരമായിട്ടിരിക്കുന്നു. എനിക്ക് വട്ടയപ്പത്തിന്റെ ഫീലുണ്ട് അല്ലേ? മുറിച്ച് നോക്കട്ടെ. എന്റെ ദൈവമേ, കഴിച്ചു നോക്കി അറിയാം. അതിവിടെ കേക്ക് വേണോ? ഇവിടെ എനിക്ക് വേണ്ടത് നല്ല മയമൊക്കെ ഉണ്ട് കേട്ടോ. സ്പോഞ്ച് പോലെ ഇരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിനകത്ത് കളറോ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല പഞ്ചസാര പോലും ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ടുള്ള കേക്ക് ആയിരിക്കും. നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നു കേട്ടോ. ഇനി ഇതിന്റെ ടേസ്റ്റ് കൂടെ നിറഞ്ഞാൽ മതി. മധുരത്തിന്റെ ഒരു അഭാവത, പിന്നെ ഇതുണ്ടോ ഈ ചുവന്ന് പോയ ഭാഗം, അതിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അത് നമ്മൾ പാത്രത്തിന്റെ ആണ്. വ്യത്യാസമുള്ള അതൊരു ഉണങ്ങിയ ചൊവ്വ.
ഉണങ്ങിയ ടേസ്റ്റ്. ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കി അടിപൊളിയാണ്. അടിപൊളി സാധനമാണ്. ആണോ? എനിക്ക് ചെറുതാ നോക്കട്ടെ. ഭയങ്കര മധുരമാണ്. അതെ, പക്ഷെ ഇത് ഇങ്ങനെ ഉണ്ടായിരിക്കുമ്പോ ഒരു മധുരവും ഇല്ല. ഇല്ലേ? ഒരു മധുരവും ഇല്ല. ആ ഒരു ചെറിയൊരു നേരിയ മധുരമേ ഉള്ളൂ. പഞ്ചസാര ശരിക്കും വേണം. എന്നാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു കേക്കിൻ്റെതായ ഒരു മധുരം കിട്ടുള്ളൂ. മധുരം ഇല്ലാത്തതിന്റെ ഒരു ഒറ്റ പ്രോബ്ലം ചെറു മധുരമുണ്ട്. അതായത് അമൃതപ്പൊടി കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര മധുരമാണെങ്കിൽ ഇതിന് ചെറു മധുരം ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. നോക്കിയേ, നോക്കി, ഇത് കണ്ടോ? നല്ല സ്പോഞ്ചും കേട്ട പോലെ സാധനം. നീ ഒന്ന് കഴിച്ചു നോക്കി. കഴിച്ചു നോക്കിട്ട് ആദ്യമായിട്ടാണ് ചൂടുള്ള കേക്ക് കഴിക്കുന്നത്. കഴിച്ചു നോക്ക്. പിന്നെ എന്ത് സ്മൂത്ത്നെസ്. അതായത് ഇതിനകത്ത് കളറൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് കാണാൻ ഭംഗിയുണ്ടാവും. നല്ല അടിപൊളിയായിട്ട് ഇതിനകത്ത് നമ്മൾ ഏത് കളഞ്ഞെങ്കിലും ഇതിൻ്റെ അകത്ത് കോളമുണ്ട് കേട്ടോ, ഗ്യാപ്പ് ഉണ്ട്. ഇതുണ്ടോ, നമ്മൾ ഏത് കളഞ്ഞതായിരുന്നു. എന്നിട്ടും നല്ല ബന്ധു അതിനൊട്ടി കഴിക്കുവോ കേക്ക്? ഉണ്ടോ? ഞങ്ങളുടെ കേക്ക് നോക്കി അമ്മി, കേക്ക് നോക്കി എങ്ങനെയുണ്ട്? ഒരു കടി കടിച്ചേ. ഈ ഒരു ഇതിന് മുറിച്ചെടുത്തോ? ഞാൻ കഴിച്ചിട്ട് വെച്ചാ അത്. അമ്മ വറുത്ത് വെക്കണ്ട, കടിക്ക്. മനസ്സിലാകത്തില്ല. അതതിന്റെ ആ ഉണങ്ങിയ ഭാഗം, അതിന്റെ ഉണങ്ങിയ ഭാഗം എടുത്ത് തിന്നാൻ ചെയ്തത്. അവിടെ തിന്നണ്ട, ഈ പതുപെ തന്നിരിക്കുന്നുണ്ട് എടുത്ത് തിന്നെ. അവിടെ തിന്നെ, അവിടെ എടുത്ത് തിന്നെ. അമ്മയ്ക്കാണ് വിശ്വാസം ഇല്ല. നമ്മള് വയലക്കിട് നോക്ക്, ഇത് കഴിക്കുന്നേ. എന്നിട്ട് എങ്ങനെയുണ്ട്? അമ്മ ചവയ്ക്കുന്നില്ല കൈ. നീ നിന്നിട്ട് എങ്ങനെയുണ്ട് നിനക്ക്? കുഴപ്പമില്ല. നൈസായിട്ട് എടുത്ത് വായന്നെടുത്തിട്ട് ഒറ്റ കൊച്ചെടുത്തിട്ട് അങ്ങോട്ട്. കടയിൽ നിന്ന് മേടിക്കുന്ന കേക്കിന് സാധനങ്ങൾ ചേർക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു സാധനം ചേർക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ്. അതായത് ഒരു അസംസ്കൃത വസ്തുക്കളും ചേർത്തിട്ടില്ല. ആകെ ചേർത്തേക്കുന്ന മുട്ടയാണ് ചേർത്തേക്കുന്നത്. അമൃതപ്പൊടി മമ്മിക്ക് ഇഷ്ടമല്ല അല്ലേ? അപ്പം അമൃതപ്പൊടി വെച്ച് ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കഴിക്കാൻ കൊടുക്കാൻ നല്ലതാണ്. കാരണം ഇതുങ്ങൾ ഒരു സാധനം കഴിക്കുകയല്ലോ. അപ്പം ഇഷ്ടപ്പെട്ട പറയണം. ഓവറായിട്ട് അടിപൊളി നല്ല കേട്ടത്. തിന്നാം, മോശമൊന്നുമില്ല, മോശം പറയാനൊന്നുമില്ല. തിന്നാൻ കൊള്ളാം. ഇത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കമന്റ് ചെയ്യാതെ. ഫിനിഷിംഗ് ഉണ്ടല്ലേ, നല്ല. അപ്പം നമ്മുടെ കേക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ.